പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പാർട്ട് 10. ഫങ്ഷൻസ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ സോൾവ് ചെയ്യുന്നത്. എക്സസൈസ് 1.2 ക്വസ്റ്റ്യൻസ് 31 to 37. Show that if f a to b and g b to c are 1 1, then g composition f from capital A to capital C is also 1 1. അതായത് എഫ് 1 1 ആണെന്ന് തന്നിട്ടുണ്ട്, ജി 1 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവയുടെ കോമ്പോസിഷൻ, എഫിൻ്റെയും ജിയുടെയും കോമ്പോസിഷനെയാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. അതും 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. അതായത് കോമ്പോസിഷൻ ഓഫ് ടു 1 1 ഫംഗ്ഷൻ ഈസ് 1 1. അങ്ങനെ ചോദിച്ചാലും ഇതേ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. നമുക്കറിയാം എഫ് 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് വൈ എന്ന് തുടങ്ങി വൈ എക്സ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി എന്നർത്ഥം. അപ്പോൾ ഇവിടെ സപ്പോസ് g composition f of x equal to g composition f of y. By definition, g of f of x equal to g of f of y. ഇവിടെ എഫും ജിയും 1 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. അതായത് ജി 1 1 ആയതുകൊണ്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ജിയുടെ ബ്രാക്കറ്റിൽ വരുന്നത് എഫ് ഓഫ് എക്സ് ആണ്, ഇവിടെ ബ്രാക്കറ്റിൽ വരുന്നത് എഫ് ഓഫ് വൈ ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. അതിൻ്റെ അർത്ഥം കാരണം ജി എന്നുള്ളത് 1 1 ആണ്. ഇനി എഫ് 1 1 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. അതിൻ്റെ കാരണം ആസ് എഫ് ഈസ് 1 1. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അതിൻ്റെ അർത്ഥം ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളത് 1 1 ആണ്. ഏതാണോ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഒഴിവാകുന്നു. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് വൈ, ജി ഓഫ് എഫ് ആണ് ഇവിടെ ഒഴിവായത്. അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളത് 1 1 ആണ്. Then question number 32. Show that if f a to b and g b to c are onto, then g composition f from a to c is also onto. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കോമ്പോസിഷൻ ഓഫ് ടു 1 1 ഫങ്ഷൻസ് ഈസ് onto. എഫും 1 1 ആണ്, എഫും onto ആണ്, ജിയും onto ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനായ ജി കോമ്പോസിഷൻ എഫ് എന്ന ഫംഗ്ഷനും onto ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. എഫ് 1 1 ആണ്, എഫ് എ ടു ബി onto ആണ്, ജി ബി ടു സി അതും onto ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനനുസരിച്ച് എഴുതാം, സിൻസ് എഫ് എ ടു ബി ഈസ് onto, എയിൽ നിന്ന് ബിയിലേക്കുള്ള onto ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ക്യാപിറ്റൽ എയിലുള്ള എലമെൻ്റാണ് സ്മോൾ എ, ക്യാപിറ്റൽ ബിയിലുള്ള എലമെൻ്റാണ് സ്മോൾ ബി. അപ്പോൾ നമുക്ക് onto ആകുമ്പോൾ എഴുതാൻ പറ്റുന്നത് ഫോർ എവരി സ്മോൾ ബി എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ബി ദർ എക്സിറ്റ്സ് സ്മോൾ എ എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു ബി എന്നതാണ് നാം എഴുതുന്നത്. ഫോർ എവരി ബി എലമെൻ്റ് ഓഫ് ബി ദർ എക്സിറ്റ്സ് എ എലമെൻ്റ് ഓഫ് എ സച്ച് ദാറ്റ് എഫ് ഓഫ് എ ഈക്വൽ ടു ബി. ഇതേ രീതിയിൽ രണ്ടാമത്തെ പോയിന്റ് ആക്കിയിട്ട് ജി ഫ്രം ബി ടു സി onto ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിയിലുള്ള എലമെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച സ്മോൾ ബി, സിയിലുള്ള എലമെൻറ്റ് സ്മോൾ സി. അപ്പോൾ ഇത് എഴുതിയ പോലെ തന്നെ നമുക്ക് എഴുതാം, സിയിലുള്ള എലമെൻറ്റ് സ്മോൾ സി. ഫോർ എവരി സ്മോൾ സി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ സി ദർ എക്സിറ്റ് സ്മോൾ ബി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ബി സച്ച് ദാറ്റ് ജി ഓഫ് ബി ഈക്വൽ ടു സി എന്ന് നമുക്ക് എഴുതാം. ജി ഓഫ് ബി ഈക്വൽ ടു സി. ഇപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടിയത്. എയിലുള്ള എലമെൻറ്റ് ക്യാപിറ്റൽ എ, ബിയിലുള്ള എലമെൻറ്റ് സ്മോൾ ബി, സിയിലുള്ള എലമെൻറ്റ് സ്മോൾ സി. അങ്ങനെ വന്നാൽ രണ്ട് കണ്ടീഷനും കൂടിയാണ് കിട്ടിയത്.
എഫ് ഓഫ് എ എന്നുള്ളത് ബിയുമാണ്, ജി ഓഫ് ബി എന്നുള്ളത് സിയുമാണ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ നിന്ന് തുടങ്ങുന്നു. ഫോർ എവരി സി എലമെൻറ്റ് ഓഫ് സി ദർ എക്സിറ്റ്സ് എ എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഈക്വൽ ടു സി എന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്ക് നേരിട്ട് എഴുതല്ല. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എയിൽ നിന്ന് തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിയിലേക്ക് എത്തിക്കുന്നു. ഫോർ സി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ സി, ഇത് നേരത്തെ നാം പറഞ്ഞത് തന്നെയാണ്. ദർ എക്സിറ്റ്സ് എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ, എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ നേരത്തെ സൂചിപ്പിച്ചതാണ്. ജി ഓഫ് എഫ് ഓഫ് എ, ബൈ ഡെഫിനിഷൻ ജി ബ്രാക്കറ്റ് എഫ് ഓഫ് എ എന്നെഴുതാം. നമുക്കറിയാം എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ബി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാം ജി ഓഫ് ബി എന്നെഴുതാം. ജി ഓഫ് ബി ഇവിടെ കിട്ടിയിട്ടുണ്ട്, നേരത്തെ കണ്ടെത്തി, സി ആയിട്ട് എഴുതി. ഇപ്പം നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാം. ഫോർ എവരി സി എലമെൻറ്റ് ഓഫ് സി ദർ എക്സിറ്റ്സ് എ എലമെൻറ്റ് ഓഫ് എ സച്ച് ദാറ്റ് ജി ഓഫ് എഫ് ഓഫ് എ ഈക്വൽ ടു സി. അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന ഫംഗ്ഷന് അതിലുള്ള ക്യാപിറ്റൽ എയിലുള്ള ഡൊമൈനിലുള്ള ഒരു എലമെൻ്റാണ് എ. അത് ഏതിലേക്ക് മാപ്പ് ചെയ്യുന്നു? ക്യാപിറ്റൽ സിയിലുള്ള സ്മോൾ സി എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഏതൊരു സിക്കും ഇങ്ങനെ സാധിക്കും. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എ ഈക്വൽ ടു സി എന്ന് പറ്റും. അതായത് ജി കോമ്പോസിഷൻ എഫ് എന്നുള്ളത് ഓൺ ടു ആണ്. അതായത് കോമ്പോസിഷൻ ഓഫ് ടു ഓൺ ടു ഫംഗ്ഷൻ ഈസ് ഓൺ ടു. Then question number 33. F from 1 to 3 to set 1 to 5. ഇതാണ് എഫ് എന്നുള്ള ഫംഗ്ഷൻ. ജി എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ സെറ്റ് 1 to 5, അതിൻ്റെ കോ ഡൊമൈൻ 1, 3. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് എന്ന ഫംഗ്ഷൻ 1 2 3 5 4 1. ജി എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡർഡ് പെയർ 1 3 2 3 5 1. റൈറ്റ് ഡൗൺ ജി കോമ്പോസിഷൻ എഫ്. നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ, അത് കാണണം എന്ന് പറഞ്ഞാൽ, ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ഡൊമൈൻ 1 3 4 അതിൽ നിന്ന് ആണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 ഇവ ഓരോന്നും കാണുന്നു. അപ്പോൾ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 ബൈ ഡെഫിനിഷൻ ജി ഓഫ് എഫ് ഓഫ് 1. നമുക്കറിയാം എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് 1 ഓർഡേർഡ് പെയർ 1 2 ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു ജി ഓഫ് 2 എന്നെഴുതാം. ഇനി 2ൻ്റെ ഇമേജ് അണ്ടർ ജി, ജിയിൽ 2ൻ്റെ ഇമേജ് 3 ആണ്. 2 3 എന്ന ഓർഡേർഡ് പെയർ ഉണ്ട്. അപ്പോൾ ജി ഓഫ് 2 എന്നുള്ളിടത്ത് 3 എന്ന് എഴുതാം. ഇപ്പം നമുക്ക് കിട്ടിയത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇപ്പം നമുക്ക് ഒരു ഓർഡേർഡ് പെയർ കിട്ടി. 1 3 എന്ന ഓർഡേർഡ് പെയറാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന ഫംഗ്ഷനിൽ ഉള്ളത്. ഇനി അതുപോലെ തന്നെ 3യുടെ വൈ കോർഡിനേറ്റ്, 3യുടെ പെയർ ഏതാണെന്ന് കണ്ടെത്താം. അതിനു വേണ്ടിയിട്ട് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3. നമുക്കറിയാം എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 5 എന്ന ഓർഡർഡ് പെയർ ഉണ്ട്. അപ്പോൾ ജി ഓഫ് 5 എന്നെഴുതാം. 5ൻ്റെ ഓർഡർഡ് പെയർ 5 1, 5നെ ജി മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്. അപ്പോൾ ജി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 1 എഴുതാം. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ഓർഡർഡ് പെയറും കൂട്ടി കിട്ടി 3 1. ഇനി ഇതേപോലെ ജി ഓഫ് എഫ് ഓഫ് 4 കാണുന്നു, ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 4. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ജി ഓഫ് 1 എഴുതാം. ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇപ്പം നമുക്ക് കിട്ടിയത് 4 3 എന്ന അടുത്ത പെയറും കൂടി കിട്ടി. അതായത് ജി കോമ്പോസിഷൻ എഫിലുള്ള എലമെൻറ്റുകൾ ഒന്ന് 1 3, മറ്റൊന്ന് 3 1, മറ്റൊന്ന് 4 3. ഇങ്ങനെയാണ് നാം ജി കോമ്പോസിഷൻ എഫ് എന്ന സെറ്റിലുള്ള ഓർഡേർഡ് പെയേഴ്സ് കണ്ടുപിടിക്കുന്നത്. Then question number 34. Let f, g and h be functions from capital R to capital R. Show that. രണ്ട് ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്നാമത്തെ എഫ് പ്ലസ് ജി ഓഫ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് പ്ലസ് ജി ഓഫ് എച്ച്. രണ്ടാമത്തെ എഫ് ഇൻറ്റു ജി ഓഫ് എച്ച്
ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ഇൻറ്റു ജി ഓഫ് എച്ച്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ഒന്നാമത്തെ എഫ് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്. അതായത് നമ്മൾ ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഓഫ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ബ്രാക്കറ്റ് ജി ബ്രാക്കറ്റ് എക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓഫ് എന്നുള്ളത് ബ്രാക്കറ്റാക്കി മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നാം ചെയ്യുന്നത് ഇത് സെപ്പറേറ്റ് കൊടുക്കുന്നു. അതായത് എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ഇനി അടുത്തൊരു കേസിൽ നമുക്ക് ഇങ്ങനെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഓഫാക്കി എഴുതാം. അതായത് എഫ് ഓഫ് എച്ച് ഓഫ് എക്സ്, ഇതും അതെ ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്നാക്കി എഴുതാം. ഇപ്പോൾ രണ്ടും എക്സിലുള്ളതാണ് വേരിയബിൾ. അതായത് എഫ് ഓഫ് എച്ച് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്നാക്കി മാറ്റാം. കൂടാതെ ഈ എക്സ് വരുന്നത് ഫോർ ഓൾ എക്സ് എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ആർ ആണ്. ഇവിടെ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഈ ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം എഫ് പ്ലസ് ജി ഓഫ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് പ്ലസ് ജി ഓഫ് എച്ച്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. നമുക്ക് നോക്കാം. എഫ് ഇൻറ്റു ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു, നാം ചെയ്യുന്നത് ഈ ഓഫ് എച്ച് എന്നുള്ളത് എഫ് ഇൻറ്റു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. അടുത്ത സ്റ്റെപ്പിൽ നാം എഴുതുന്നത് എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നാം ചെയ്യുന്ന തിരിച്ച് ബ്രാക്കറ്റ് ഉള്ളത് ഓഫാക്കി മാറ്റുന്നു. അതായത് എഫ് ഓഫ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. രണ്ടും എക്സ് ആണ്. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം എഫ് ഓഫ് എച്ച് പ്ലസ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെൻ്റ് ഓഫ് ആർ. ഫസ്റ്റും ലാസ്റ്റും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം എഫ് ഇൻറ്റു ജി ഓഫ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ഇൻറ്റു ജി ഓഫ് എച്ച്. Then question number 35. Find G composition F and F composition G if f of x equal to mod x and g of x equal to mod 5x minus 2. നമ്മളിവിടെ ആദ്യം g of f കാണും. g of f നമുക്കറിയാം എഫിൻ്റെ മീനിങ് മോഡുലസ് ആക്കുന്നു. ജിയുടെ അർത്ഥം 5 ഇൻറ്റു എക്സ് മൈനസ് 2 അങ്ങനെ വരുന്ന ടേമിൻ്റെ മോഡുലസ് കാണുന്നു. ബൈ ഡെഫിനിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് ജി ഓഫ് എഫ് ഓഫ് എക്സ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ജി ഓഫ് മോഡ് എക്സ്. ജി എന്നുള്ളതിൻ്റെ അർത്ഥം ഏതാണോ ഫംഗ്ഷൻ അതിനെ 5 കൊണ്ട് ഗുണിച്ച് 2 കുറച്ച് അതിനെ മോഡുലസ് ആക്കുന്നു. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം 5 മോഡുലസ് ഓഫ് 5 മോഡ് എക്സ് മൈനസ് 2. ഇതിന് കൂടുതൽ സിംപ്ലിഫിക്കേഷൻ സാധ്യമല്ല. നമുക്കിനി രണ്ടാമത്തെ നോക്കാം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് 5x മൈനസ് 2. അപ്പോൾ നമുക്ക് എഫ് ഓഫ് മോഡ് 5x മൈനസ് 2 എന്ന് എഴുതാം. എഫിൻ്റെ അർത്ഥം ഏതാണോ വേരിയബിൾ അതിന് മോഡുലസ് കൊടുക്കുന്നു. അപ്പോൾ മോഡുലസ് ഓഫ് മോഡ് 5x മൈനസ് 2 എന്ന് എഴുതാം. നമുക്കിവിടെ 2 മോഡുലസിൻ്റെ ആവശ്യമില്ല, ഒരെണ്ണം മതി. ഈക്വൽ ടു മോഡ് 5x മൈനസ് 2. ഇങ്ങനെയാണ് നാം കോമ്പോസിഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36. സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ഫോളോയിങ് ഫങ്ഷൻസ് ഹാവ് ഇൻവേഴ്സ്. 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. എഫ് സെറ്റ് 1 2 3 4 ടു സെറ്റ് 10 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർഡർഡ് പെയർ 1 10 2 10 3 10 4 10. നമുക്ക് ആദ്യത്തെ നോക്കാം. എഫിൻ്റെ ഡൊമെയിൻ നമുക്കറിയാം 1 2 3 4. ഇപ്പോൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് 4 ഓർഡർഡ് പെയർ ഉണ്ടായിരിക്കും. ഫസ്റ്റ് എൻട്രി 1 വരുന്നത്, 2 വരുന്നത്, 3 വരുന്നത്, 4 വരുന്നത്. എങ്കിൽ മാത്രമേ അത് ഫംഗ്ഷൻ ആവുള്ളൂ. ഇനി ഇത് ഓൺ ടു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആകെ 10 മാത്രമേ ഉള്ളൂ. 10ന് പ്രീമേജ് ഉണ്ട്. 10ന് ഒന്നോ ഒന്നിൽ കൂടുതലോ പ്രീമേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺ ടു ആണ്. എന്നാൽ 1ൻ്റെ ഇമേജും 10 ആണ്, 2ൻ്റെ ഇമേജ് 10 ആണ്, 3യുടെ ഇമേജ് 10 ആണ്, 4ൻ്റെ ഇമേജും 10 ആണ്. അതായത് ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ്. അതായത് നമുക്ക് ആദ്യത്തെ നോക്കാം. എഫ് ഓഫ് 1 ഈക്വൽ ടു 10.
എഫ് ഓഫ് 2 ഈക്വൽ ടു 10, എല്ലാം 10 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് 2 ഈക്വൽ ടു എഫ് ഓഫ് 3 ഈക്വൽ ടു എഫ് ഓഫ് 4 ഈക്വൽ ടു 10, എല്ലാം ഒരേ വാല്യൂ ആണ്. അതുകൊണ്ട് ഇത് 1 1 അല്ല. ദർഫോർ എഫ് ഈസ് നോട്ട് 1 1. 1 1 ഓൺ 2 ആകുമ്പോഴേ അത് ബൈജക്ഷൻ ആവുള്ളൂ. ദർഫോർ ഇറ്റ് ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. ബൈജക്റ്റീവ് ഫംഗ്ഷനെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദർഫോർ എഫ് ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജി എന്നുള്ളത് 5 6 7 8, അതിൽ നിന്ന് മാപ്പ് ചെയ്യണത് 1 2 3 4. അപ്പോൾ 5ൻ്റെ ഇമേജ് 4 ആണ്, 6ൻ്റെ ഇമേജ് 3 ആണ്, 7ൻ്റെ ഇമേജ് 4 ആണ്, 8ൻ്റെ ഇമേജ് 2 ആണ്. അതായത് 4ന് പ്രീ ഇമേജ് ഉണ്ട്, 3ക്ക് പ്രീ ഇമേജ് ഉണ്ട്, 4ന് പ്രീ ഇമേജ് ഉണ്ട്, 2ന് പ്രീ ഇമേജ് ഉണ്ട്, 1ന് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ജി എന്നുള്ളത് ഓൺ 2 അല്ല, അതായത് 1ന് പ്രീ ഇമേജ് ഇല്ല. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം, 5ൻ്റെ ഇമേജ് 4 ആണ്, 7ൻ്റെ ഇമേജും 4 ആണ്. നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ മതി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ. അതായത് നമ്മൾ ഇവിടെ പറയുന്നത് 5ൻ്റെ ജി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 4 ആണ്, ജി ഓഫ് 7ഉം 4 ആണ്. അതായത് ജി ഓഫ് 5 ഈക്വൽ ടു ജി ഓഫ് 7 ഈക്വൽ ടു 4. ദർഫോർ ജി ഈസ് നോട്ട് 1 1. ദർഫോർ ജി ഈസ് നോട്ട് ഇൻവെർട്ടിബിൾ. ഇനി എച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 3 4 5 2 7 9 11 13. കൂടാതെ എച്ച് 2 7 3 9 4 11 5 15. 2ൻ്റെ ഇമേജ് 7, 3യുടെ ഇമേജ് 9, 4ൻ്റെ ഇമേജ് 11, 5ൻ്റെ ഇമേജ് 13. അതായത് 7 9 11 13, 4 എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഓൺ 2 ആണ്. 2ൻ്റെ ഇമേജ്, 3യുടെ ഇമേജ്, 4ൻ്റെ ഇമേജ്, 5ൻ്റെ ഇമേജ് എല്ലാം ഡിഫറൻറ്റുമാണ്. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്. അതുകൊണ്ട് ഇത് 1 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ എച്ച് എന്ന് പറയാം നമുക്ക്. അതുകൊണ്ട് എച്ച് എന്നുള്ളത് 1 1 ആണ്. ഇനി രണ്ടാമത്തെ ഒരു പറയാനുള്ളത്, എവരി എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ, അതായത് 7 9 11 13 കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ട് അണ്ടർ ദ ഫംഗ്ഷൻ എച്ച്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്, എവരി എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എച്ച് ഹാസ് പ്രീ ഇമേജ്. ദർഫോർ എച്ച് ഈസ് ഓൺ 2. അപ്പോൾ എച്ച് 1 1 ആണ്, ഓൺ 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എച്ച് ഈസ് ഇൻവെർട്ടിബിൾ. എച്ച് ബൈജക്റ്റീവ് ആണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആയിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 37. Let f x to y be an invertible function. Show that f has unique inverse. f x to y, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് 2 ഇൻവേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് അത് രണ്ടും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ എഫിൻ്റെ 2 ഇൻവേഴ്സ് ആണ്, ഒന്ന് ജിയും എച്ചുമായിട്ട് അസ്യൂം ചെയ്യുന്നു. ഈ മെത്തേഡിലൂടെയാണ് നാം ഇത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, ലെറ്റ് എഫ് എക്സ് ടു വൈ ബി എൻ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ. എഫ് ഇൻവെർട്ടിബിൾ ആണ് എന്ന് തന്നിട്ടുണ്ട്. എഫ് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ നമുക്കറിയാം, എഫ് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ ഒരേ സമയം 1 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും, ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പോഴാണ് എഫ് ഇൻവെർട്ടിബിൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം, എഫ് ഹാസ് 2 ഇൻവേഴ്സ് ജി ആൻഡ് എച്ച്. അപ്പം ജി എന്നുള്ളതിനും ഇൻവേഴ്സ് ഉണ്ട്. എഫിന് 2 ഇൻവേഴ്സ് ഉണ്ട്, ഒന്ന് ജി ഒന്ന് എച്ച്. അപ്പം നേരത്തെ പറഞ്ഞ എഫിൻ്റെ അതേ കണ്ടീഷൻ ജിനും എച്ചിനും ബാധകമാണ്. അതായത് ജി എന്നുള്ളതും ഒരേ സമയം 1 1 ആണ്, ഓൺ 2 ആണ്, ബൈജക്റ്റീവ് ആണ്, അതുകൊണ്ട് ഇൻവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ എച്ചും ഒരു ഇൻവേഴ്സ് ആണെന്ന് പറഞ്ഞു. എഫ് ഹാസ് 2 ഇൻവേഴ്സ് ജി ആൻഡ് എച്ച്. അപ്പോൾ എച്ചും എന്ത് തന്നെയാണ്? 1 1 ആണ്, ഓൺ 2 ആണ്, ബൈജക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഫംഗ്ഷനാണ് എഫും ജിയും എച്ചും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ഫോർ ഓൾ വൈ എലമെൻറ്റ് ഓഫ് വൈ, എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ഓഫ് വൈ.
അതായത് എഫ് കോമ്പോസിഷൻ ജി, എഫ് കോമ്പോസിഷൻ എച്ച്, ഇത് രണ്ടും എഫ് ഓഫ് വൈ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ഓഫ് വൈ. ഇംപ്ലൈസ് നമുക്കിവിടെ എഴുതാൻ പറ്റുന്നത്, അതായത് ജി ഓഫ് വൈ എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എച്ച് ഓഫ് വൈ എഴുതാൻ അതെഴുതുമ്പോൾ ജി ഓഫ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് വൈ എഴുതാൻ കാരണം എന്താ, എഫ് എന്നുള്ളത് 1 1 ആണ്. എഫ് 1 1 ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അതായത് ഈ രണ്ട് സ്റ്റെപ്പും തമ്മിലുള്ള വ്യത്യാസം എഫ് ഇതിൽ മിസ്സാവുന്നുണ്ട്, എഫ് ഒഴിവാകുന്നുണ്ട്. അതുകൊണ്ട് എഫ് 1 1 ആകുമ്പോൾ എഫ് ഒഴിവാകുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. ഇനി ജിയും ഇതുപോലെ തന്നെയാണ്. എന്ത്, ജിയും ഇതേ രീതിയിൽ തന്നെയാണ്, ഇൻവെർട്ടിബിൾ ആണ്. അതുകൊണ്ട് ജിയും 1 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, ജി ഈക്വൽ ടു എച്ച് എന്ന് എഴുതാം. ജി ഓഫ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ജിയും എച്ചും ഈക്വൽ ആണ്. ജി ഓഫ് വൈയും എച്ച് ഓഫ് വൈയും ഈക്വൽ ആണെങ്കിൽ ജിയും എച്ചും ഈക്വൽ ആകണം. അതായത് ജി ഇൻവെർട്ടിബിൾ ആണ് എന്നർത്ഥം. അതുകൊണ്ട് ജി 1 1 ആണ്. ജി 1 1 ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നത്. ഹെൻസ് എഫ് ഹാസ് യുണീക്ക് ഇൻവേഴ്സ്. ഇപ്പം ജിയും എച്ചും 2 ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവസാനം രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. ഹെൻസ് എഫ് ഹാസ് യുണീക്ക് ഇൻവേഴ്സ്. ഇതോടെ എക്സസൈസ് 1.2ലുള്ള എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്തു. നമ്മൾ അടുത്തത് ചെയ്യുന്നത് 1.3ലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.